സെയ്ഫ് അലി ഖാൻ അത്ര സേഫ് അല്ല. വീട്ടിലും സേഫ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. കാരണം വലിയ ആഴത്തിലുള്ള മുറിവേറ്റ ആൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എണീച്ച് നടക്കുന്നതെന്നൊക്കെയുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും കള്ളത്തനം ഉണ്ടോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം നടന്നു വരുന്നു അല്ലേ, ടക്കിൻ ചെയ്ത് ചുറ്റും കുറേ ആളുകളുണ്ട്, വളരെ കൂളായി നടന്നു വരികയാണ്. ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിനെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ ഡ്രൈവറെ അദ്ദേഹം സന്ദർശിച്ചു. അതിൻ്റെ വീഡിയോ വന്നു, അതിൻ്റെ വിഷ്വൽസ് വന്നു, ചിത്രം വന്നു, എല്ലാം വന്നു. അപ്പോൾ ഈ സെയ്ഫ് അലി ഖാൻ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഫ്ലാറ്റിലേക്ക് നടന്നു വരുന്ന ചിത്രം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഏതോ ജിമ്മിൽ പോയിട്ട് വന്നതാണെന്ന്. അങ്ങനെ കത്തി 6 കുത്ത്, സുഷുമ്ന തുളച്ചു. സുഷുമ്ന ഫ്ലൂയിഡ്, സ്പൈനൽ കോഡിൽ അതിനകത്തൊരു ഫ്ലൂയിഡാണ്, നമ്മുടെ നട്ടലിനകത്തോടെ പോകുന്ന സാധനമാണല്ലോ, അതിനകത്തുള്ള ഫ്ലൂയിഡ് ലീക്കായി എന്നൊക്കെ പറയുന്ന ആൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ കൂളായിട്ട് ഇറങ്ങി വന്ന് നടന്ന് വന്ന് സ്റ്റെപ്പ് കയറി അപ്പാർട്ട്മെൻറ്റിൽ കയറി ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി. അപ്പോൾ ഇതിനകത്ത് സെയ്ഫ് അലി ഖാൻ നല്ല നടനാണെന്ന് വീണ്ടും തെളിയിച്ചു. അത് മാത്രമല്ല ലീലാവതി ആശുപത്രിയിലെ ഡോക്ടർമാരും നല്ല ഡോക്ടർമാരോ ആണെന്ന് തെളിയിച്ചോ എന്ന് സംശയം വരുന്നു. സെയ്ഫ് അലി ഖാന് കുത്തേറ്റോ, മാരകമായ കുത്തേറ്റിരുന്നു, ഇതൊരു സംഭവമാണ് ഇപ്പോൾ ചോദ്യം വരുന്നുണ്ട്. കാരണം മാരകമായ കുത്ത് എന്തായാലും ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ വാർത്ത കുത്താൻ ഉപയോഗിച്ചത് കത്തിയല്ല, ഹാക്സോ ബ്ലേഡാണെന്ന് പറയുന്നു. ഹാക്സോ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ബ്ലേഡിൻ്റെ തീരെ കട്ടി കുറഞ്ഞ ഒരു വാളിൻ്റെ അരം പോലിരിക്കുന്ന ബ്ലേഡാണ്. അതുകൊണ്ട് കുത്തിയാലും ഒക്കെ അകത്ത് കയറിപ്പോകും കേട്ടോ. പിടിച്ച് നിന്നാണ് പഴത്തിനകത്ത് കുത്തി ഇറക്കുന്ന പോലെ കുത്തി ഇറക്കണം, കുത്തി ഇറക്കിയൊക്കെ കയറിപ്പോകും. പക്ഷേ ചുമ്മാ ഒന്ന് കുത്തിയാലൊന്നും ആഴത്തിൽ തൊലിപ്പുറമേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ കോട്ടയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്നും കേട്ട് കാണത്തില്ല, നിങ്ങളൊക്കെ കുറച്ച് സീനിയർ ആണല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് അന്ന് കേരളം ആകെ ചർച്ച ചെയ്ത ഒരു കേസാണ് കുത്തുനാടകം. അതായത് ഞാൻ പഠിക്കുന്ന കോളേജിൽ എൻ്റെ വാതിൽക്കൽ ബസ് സ്റ്റോപ്പിൽ ഒരു KSUവിൻ്റെ നേതാവ് നിൽക്കുന്നു. ഉടനെ 2 പേർ ഓടി വന്ന് അയാളെ കുത്തിക്കഴിയുമ്പോൾ അയാളെ റോഡിൽ കിടന്ന് പെടയുന്നു. പെൺകുട്ടികളൊക്കെ നോക്കി നിൽക്കുകയാണ്. അത് SFIക്കാർക്ക് വലിയ ആധിപത്യമുള്ള കോളേജാണ്, SFIക്കാർ വേറെ ആരെയും കയറ്റില്ല. ആ കോളേജിലാണ് ഈ സംഭവം നടക്കുന്നത്. ഉടനെ ഇത് KSUവിൻ്റെ നേതാവാണ്. ഉടനെ KSUവിൻ്റെ നേതാവിനെ കൊടുത്ത് വണ്ടിയിലെടുത്ത് കൊണ്ടൊക്കെ പോകുന്നു. അവസാനം സംഭവിച്ചതെന്നറിയാമോ? കുത്തിയത് KSUക്കാർ തന്നെ അറേഞ്ച് ഇതാണ്, ബ്ലേഡ് കൊണ്ടാണ് വരഞ്ഞത്. എന്നിട്ട് കുത്തുനാടകം നടത്തി. കുത്തുനാടകത്തിലൂടെ രക്തസാക്ഷി പരിവേഷം വാങ്ങിയിട്ട് ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നാടകമായിരുന്നു കേരളത്തിൽ മുഴുവൻ ചർച്ചയാക്കപ്പെട്ട കുത്തുനാടകം. അതുപോലൊരു കുത്തുനാടകമാണോ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ നടന്നതെന്നുള്ള സംശയം ഇപ്പോൾ ഉണ്ട്. കാരണം ഒന്ന്, ഇത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള വീട്ടിലേക്ക് എങ്ങനെ ഒരു മോഷ്ടാവിന്, ഒരു ബംഗ്ലാദേശിക്ക് കയറാൻ പറ്റി? എല്ലാ ഇവിടെ ഫ്ലാറ്റുകളിലും ഇത് ഹൈടെക് ഫ്ലാറ്റാണ്, ലക്ഷൂറിയസ് ഫ്ലാറ്റാണ്. അവിടെ സെക്യൂരിറ്റിക്കാർ തന്നെ ഉണ്ടാവും, ഒരു സെക്യൂരിറ്റിക്കാരനല്ല. ഈ സെക്യൂരിറ്റിക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും, അവിടെ സെക്യൂരിറ്റി കൺട്രോൾ റൂം ഉണ്ടാവും, എല്ലാ ഫ്ലോറുകളിലും ക്യാമറ ഉണ്ടാവും, ഇത് മോണിറ്റർ ചെയ്യാൻ ആളുണ്ടാവും. ഒരു സംഭവം ഉണ്ടായാൽ ഒരു അലാം ബട്ടൺ ഞെക്കിയാൽ എല്ലാവരും അലേർട്ടാവും. ഇങ്ങനെയുള്ള സംവിധാനമൊക്കെയുള്ള ഫ്ലാറ്റിൽ ഇയാൾക്ക് കുത്തുകൊണ്ടു, വേറെ ആരും സഹായിക്കാൻ വന്നില്ല, ആശുപത്രി കൊണ്ടുപോകാനും ആരുമില്ല, ഒരു സെക്യൂരിറ്റി പോലും പിടിച്ച് വണ്ടിയെ കയറ്റാൻ പോലും ഉണ്ടായിരുന്നില്ല. ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചാണ് കൊണ്ടുപോയത്. ആദ്യം പറഞ്ഞ് 8 വയസ്സുള്ള മോനാണ് കൊണ്ടുപോയത്, പിന്നെ പറഞ്ഞൊരു വലിയ മോനാണെന്ന് പറഞ്ഞു. ഏതായാലും ഏതോ മോന്മാരുടെ കളി ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതായാലും അത് സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത സെയ്ഫ് അലി ഖാൻ്റെ ഏതാണ്ട് 1500-ൽ പരം കോടി രൂപയുടെ സ്വത്ത് കേന്ദ്രം കൊണ്ടുപോകാൻ പോവുക. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഇത്രയും വലിയ പാരമ്പര്യമായി തനിക്ക് കിട്ടിയ വലിയ സ്വത്തുവകകൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് സെയ്ഫ് അലി ഖാൻ അറിയാമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് താനൊരു രക്തസാക്ഷി പരിവേഷം, ഒരു സിമ്പതി, സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ നാടകമാണോ എന്നൊരു സംശയം ഇപ്പോൾ വരുന്നുണ്ട്. അതാണ് ഈ കുത്തുനാടകത്തിലെ പുതിയ ട്വിസ്റ്റ് എന്ന് പറയുന്ന പോലെ ട്വിസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് കഥ എന്ന് പറയുന്നത്, ഈ സെയ്ഫ് അലി ഖാൻ്റെ ഫാമിലി അത്ര ചെറിയ ഫാമിലി ഒന്നുമല്ല. മധ്യപ്രദേശിലെ ഭോപ്പാൽ നവാബുമാരുടെ കുടുംബമാണ്, പട്ടോഡി ഫാമിലി എന്ന് പറയും. അപ്പോൾ ഭോപ്പാലിലെ അവസാനത്തെ നവാബായിരുന്നു ഹമീദുള്ള ഖാൻ. ഹമീദുള്ള ഖാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യ വേണ്ട, എനിക്ക് പാകിസ്ഥാൻ മതി എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഇന്ത്യയെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ശത്രു രാജ്യമെന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെ. അങ്ങനെ ശത്രു രാജ്യത്തേക്ക് പോയാൽ അവിടെ അവരുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കപ്പെടും, ശത്രു പ്രോപ്പർട്ടിയാണ്. അത് അങ്ങനെ കണക്കാക്കപ്പെടുന്നുള്ള ഒരു വിഷയമുണ്ട്. അങ്ങനെ 131 പ്രോപ്പർട്ടീസ് ഇന്ത്യയിൽ മധ്യപ്രദേശിലുണ്ട്. ഇന്ത്യ ഒട്ടാകെ വേറെയുണ്ട്. 133 വസ്തുക്കൾ ഇങ്ങനെ എനിമി പ്രോപ്പർട്ടി ആയിട്ട്
ഭോപ്പാലിലുണ്ടാകും. ഭോപ്പാൽ നവാബിൻ്റെ, അതായത് ഹമീദുള്ള ഖാൻ എന്ന് പറയുന്ന നവാബിൻ്റെ സ്വത്തുകൾ, കൊട്ടാരങ്ങളുണ്ട്, കോട്ടകളുണ്ട്, ഏക്കർ കണക്കിന്, ഏതാണ്ട് 113.6 ഏക്കർ ഭൂമിയാണ് സെയ്ഫിൻ്റെ കയ്യിലുള്ളത്. സെയ്ഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഹമീദുള്ള ഖാൻ്റെ മകൾ അബൈദ സുൽത്താൻ, അബൈദ സുൽത്താൻ്റെ മകൾ സാജിദ സുൽത്താൻ, സാജിദ സുൽത്താൻ്റെ മകനാണ് മൻസൂർ അലിയാർ അഥവാ ടൈഗർ പട്ടോടി എന്ന് പറയുന്ന സെയ്ഫിൻ്റെ അച്ഛൻ. മനസ്സിലായില്ലേ? അപ്പോൾ പാരമ്പര്യമായി ഹമീദുള്ള ഖാനിൽ നിന്ന് കിട്ടിയ ഈ വസ്തുവകകൾ ആരുടെ കയ്യിലാണ്? സെയ്ഫ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. 1500 കോടി രൂപ വരെയുള്ള പ്രോപ്പർട്ടികൾ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് 1968 എനിമി പ്രോപ്പർട്ടി ആക്ട് കൊണ്ടുവന്നത്. എനിമി പ്രോപ്പർട്ടി ആക്ടിന് ഇപ്പോൾ മോദി സർക്കാർ ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. മുൻകാല പ്രാബല്യത്തോടെ അത് എനിമി പ്രോപ്പർട്ടികൾ ഇനി ഇന്ത്യ സർക്കാരിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതിനെ ചലഞ്ച് ചെയ്ത് ചോദ്യം ചെയ്ത് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു. ഈ കേസിൽ കോടതി ഇപ്പോൾ പറഞ്ഞു അത് ഈ നിയമം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അമിത്ഷായുടെ കയ്യിലാണ് ഈ വകുപ്പ്. അതുകൊണ്ടൊരു കാര്യം അലിഖാൻ സെയ്ഫ് ഒരു കാര്യം സെയ്ഫ് പോയിട്ട് അമിത്ഷായെ കണ്ടൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമിത്ഷായെ കൊണ്ട് അപേക്ഷ കൊടുത്താൽ ഇന്ത്യയെ ജീവിക്കാൻ പേടിയാണെന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് സെയ്ഫ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ പേര് കേട്ടായിരുന്നോ? തിമൂർ എന്ന് പറയുന്ന ആൾ ഇന്ത്യയെ ആക്രമിച്ച ഏറ്റവും വലിയ ക്രൂരത, ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അതിൻ്റെ 1000 മടങ്ങ് ക്രൂരത ഇന്ത്യയിലെ ഹിന്ദുക്കളോട് ചെയ്ത ഭീകരനായ വിദേശ ആക്രമണകാരിയാണ് തിമൂർ. സ്വന്തം മകന് തിമൂറിൻ്റെ പേരിട്ടിരിക്കുന്ന ആൾ, അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഇവിടെ കേരളത്തിലെ ഈ സുഡാപ്പികൾ കൊണ്ടാടുന്ന ഒരാളുണ്ട്, വാര്യൻ കുന്നൻ കുഞ്ഞഹമ്മദ്. പക്ഷേ സുഡാപ്പി ആരെങ്കിലും വാര്യൻ കുന്നൻ എന്ന് മകന് പേരിടാറുണ്ടോ? ടിപ്പു വലിയ ഹീറോ ആണ്. ടിപ്പുവിനെ ആരെങ്കിലും എന്തെങ്കിലും ടിപ്പു കൊള്ളയടിച്ച ക്ഷേത്രങ്ങളുടെ കണക്കോ കൊന്ന ഹിന്ദുക്കളുടെ പേരോ മതം മാറ്റിയ നായന്മാരുടെ കണക്കോ പറഞ്ഞാൽ ഇവിടെ സുഡാപ്പികൾക്ക് ചോര തളിക്കും. ഈ സുഡാപ്പി എന്താ വീട്ടിൽ ടിപ്പു എന്ന് പേരിടാത്ത മക്കൾക്ക്? കാരണം മലബാറിലെ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് നായന്മാരും നമ്പൂതിരിമാരും തീയന്മാരും വീട്ടിലെ പട്ടിക്കാണ് ടിപ്പു എന്ന് പേരിടുന്നത്. കാരണം അത്ര ദ്രോഹമാണ് ബ്രാഹ്മിൻസിനോട്, നായന്മാരോട്, മലബാറിലെ തീയന്മാരോട് ആര് ചെയ്തത്? ടിപ്പു ചെയ്ത്. അതുകൊണ്ടാണ് അവരിപ്പം പട്ടിക്ക് ടിപ്പു എന്ന് പേരിടുന്നത്. പക്ഷേ ഈ ടിപ്പുവിനെയും വാരിയും കുന്നനെയും പൊക്കി നടക്കുന്ന കേരളത്തിലെ സുഡാപ്പികൾ ടിപ്പുവിൻ്റെ പേര് മക്കൾക്ക് ഇടത്തില്ല, വാരിയും കുന്നൻ്റെ പേര് ഇടത്തില്ല. വാരിയും കുന്നൻ അബ്ദുള്ള പേരിട്ടൂടെ? എന്താ ചെയ്യാത്തത്? കുഞ്ഞഹമ്മദ് എന്നുള്ള പേര് പോലും ഇല്ല. ഇനി കുഞ്ഞഹമ്മദ് എന്നുള്ള പേരെങ്കിലും ഇട്ടാൽ മതി, വാരിയും കുന്നനെ കള. അതും ചെയ്യത്തില്ല. എന്ന് പറയുന്ന പോലെ ഇപ്പോഴും തിമൂറിനെ കേരളത്തിലെ സുഡാപ്പി പോലും ചെയ്യാത്ത കാര്യമാണ് സെയ്ഫ് അലിഖാൻ ചെയ്യുന്നത്. അപ്പോൾ സെയ്ഫ് അലിഖാൻ്റെ ഒരു മനോഭാവം നമുക്കറിയാം. അപ്പോൾ എന്തു ആവട്ടെ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഈ കേസിൽ ഇപ്പം കോടതി ഇടപെടുന്നില്ല. ഈ നിയമം ഇങ്ങനെയാണ്, ഇടപെടാൻ പറ്റില്ലെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ഈ ഷർമിള ടാഗോർ ഉണ്ടല്ലോ, ഇയാളുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കേസ് തോറ്റുപോകുമെന്ന് ഉറപ്പായതുകൊണ്ട് കഴിഞ്ഞ അവധിക്ക് കോടതി പോയിട്ടുമില്ല. കോടതി ഇപ്പോൾ പറഞ്ഞു നോ സ്റ്റേ, ഇത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ്. അപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ 1500 കോടി രൂപയുടെ 113.6 ഏക്കർ ഭൂമി ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അമിത്ഷായുടെ കയ്യിലാണ്. ഇതിനകത്തൊരു വലിയ ചതി കൂടി ഉണ്ട്. ഈ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ഹിന്ദുക്കൾ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഓടി ഇന്ത്യയിലേക്ക് വന്നു. പാകിസ്ഥാൻകാർ എന്ത് ചെയ്യുന്നറിയാമോ? ആ ഭൂമി മുഴുവൻ സർക്കാർ അങ്ങേറ്റെടുത്തു. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഓടി അങ്ങോട്ട് പോയ മുസ്ലിങ്ങളുണ്ടല്ലോ അവർക്ക് കൊടുത്തു. ഇന്ത്യയിലെ നെഹ്റു എന്ന് പറഞ്ഞ കഷണ്ടിക്കാരനുണ്ടല്ലോ, ഇവിടെ ഉടുപ്പിലൊരു പൂവും വെച്ച് കിടക്കുന്ന ആൾ, റോസാപ്പൂവും വെച്ച് കിടക്കുന്ന ആൾ, ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ ഓടി പാകിസ്ഥാനിലേക്ക് പോയി. അവർ ഉപേക്ഷിക്കപ്പെട്ട പ്രോപ്പർട്ടി, വീടുകൾ ആർക്ക് കൊടുത്തില്ല? അവിടെ നിന്ന് ഓടി വന്ന ഹിന്ദുക്കൾ കൊടുത്തില്ല. സത്യത്തിൽ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് ഓടിപ്പോന്ന ഹിന്ദുക്കൾക്ക് കൊടുക്കേണ്ടതായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയ വീടുകൾ. കാരണം ഇവിടെ നിന്ന് പോയ മുസ്ലിങ്ങൾക്ക് അവിടെ നിന്ന് ഓടിപ്പോയ ഹിന്ദുക്കളുടെ വീട് പാകിസ്ഥാൻ കൊടുത്തു. പക്ഷെ നമ്മളെപ്പോഴും മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടിയല്ലേ, അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നെഹ്റു മാറ്റിവെച്ച് ആ പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇന്ത്യയെ തന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന വഖഫായിട്ട് മാറിയത്. വഖഫ് ഉണ്ടാക്കി അങ്ങനെയാണ്. എങ്ങനെ? മുസ്ലിങ്ങൾ ദാനം കൊടുത്ത പ്രോപ്പർട്ടി വെച്ചിട്ടല്ല. ഇവിടെ നിന്ന് ഓടിപ്പോയ മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഓടി വന്ന് ജീവിക്കാൻ കടപ്പാടമില്ലാതെ തെരുവിൽ ഹിന്ദുക്കൾ കിടന്നപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഭൂമി നെഹ്റു എന്നുള്ള നമ്മുടെ മഹാനായ രാഷ്ട്രശില്പിയായ പ്രധാനമന്ത്രി ആ പാവം ഹിന്ദുക്കൾക്ക് കൊടുത്തില്ല.
ആ ഭൂമി അങ്ങേര് എന്താക്കി, വക്കഫാക്കി. ആ വക്കഫാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ വിഴുങ്ങാൻ പോകുന്നത്. കാരണം നമ്മളിത് പറയുന്നത് മുനമ്പക്കാർ അവരെ കുടിയൊഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി സമരം നടത്തുന്നതിൻ്റെ 102-ാം ദിവസമാണ്. ഇന്ത്യ മുഴുവൻ വക്കഫിൻ്റെ കീഴിലാണ്. അപ്പോൾ വക്കഫ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോയ ആളുകളുടെ പ്രോപ്പർട്ടികൾ എന്ത് ചെയ്തറിയാമോ? അത് അവരുടെ അവകാശികളെന്ന് പറയുന്നവർക്ക് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഈ ശത്രുവിൻ്റെ പ്രോപ്പർട്ടി അത് ശത്രുവിൻ്റെ മക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് എന്താണ് ന്യായം? അവർക്ക് ഇന്ത്യ വേണ്ടെന്ന് പറഞ്ഞവരാണ് അല്ലേ? അപ്പോൾ അതൊരു വലിയ നിയമപ്രശ്നമാണ്. പക്ഷേ കോടതി ഇടപെട്ടില്ല. കോടതി പറഞ്ഞു സൈഫ് അലി ഖാൻ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ കുത്തെല്ലാം കഴിഞ്ഞിട്ട് സേഫായിട്ട് വന്നില്ലേ, ഇനി അമിത്ഷായിട്ട് പോയി ചോദിക്കും. അപ്പോൾ നമ്മുടെ മോട്ടാബായി എന്ത് ചെയ്യുമെന്നറിയാൻ 2 പ്രാവശ്യം ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് കാത്തിരുന്ന് കാണാം. അതെ.